പത്രോസും കൂട്ടരും കടലിൽ വല വീശുന്നു. ഗലീല കടലിൽ മീനൊന്നും കിട്ടുന്നില്ല. പക്ഷേ അവരുടെ അവസ്ഥ കണ്ടിട്ട് യേശു അവരോട് പറയുന്നു, അതവരനുസരിക്കുന്നു. വലയിൽ പെരുത്ത മീൻകൂട്ടമുണ്ടാകുന്നു. എപ്പോഴാണോ നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കുന്നത്, അപ്പോൾ നമുക്ക് വൻ കാര്യങ്ങളും നന്മകൾ അനുഭവിക്കാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കുക, എപ്പോഴാണോ എൻ്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് ആലോചന സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്, അത് അഭിഷേകത്തെ നിറയപ്പെട്ട ഒരു ബ്ലസ്സഡ് ആയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. തൊട്ട് മുമ്പ് വരെയും സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി പ്രവർത്തിക്കുമ്പോൾ ബ്ലസ്സിംഗ് ഉണ്ടാകുന്നു. പെരുത്ത മീൻകൂട്ടം, വല കീറുമാറ്, പടക് മുങ്ങുമാറ്, നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത് സമൃദ്ധി കൊണ്ട് നിറയപ്പെടുന്ന, വ്യക്തി ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് നിറയപ്പെടുന്ന, നമ്മുടെ സാമൂഹിക ഇടപെടലുകളിൽ സമൃദ്ധി കൊണ്ട് നിറയപ്പെടുന്ന അങ്ങനെ ഒരു സമൃദ്ധമായ ജീവിതം അനുഭവിക്കാൻ ക്രിസ്തുവിലൂടെ സഹായിക്കും. അതിനായി നമ്മെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ചെറുതും വലുതുമായ എല്ലാത്തെയും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ടാണ്.